രചന ഗംഗോത്രി. ഭാഗം 92. സുമിത്ര ബെഡിൽ കിടന്ന് കരയുകയായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവൾക്ക് തന്നെ തോന്നി, താൻ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? സത്യം പറഞ്ഞാൽ എന്താണ് സംഭവിച്ചത്? പാവം ശിവേട്ടൻ രക്ഷപ്പെടാൻ വേണ്ടി എന്തൊക്കെയോ പറഞ്ഞു. താൻ എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടി. എന്നിട്ട് വെറുതെ ആ പാവത്തിനോട് വഴക്കുണ്ടാക്കി. പാവം എത്ര വിഷമിക്കുന്നുണ്ടാവും. താൻ ഇങ്ങനെയൊന്നും പെരുമാറാൻ പാടില്ലായിരുന്നു. അവൾക്ക് തന്നോട് തന്നെ പുച്ഛം തോന്നി. പിന്നെ പെട്ടെന്ന് എഴുന്നേറ്റ് മുഖം കഴുകി. അപ്പോഴാണ് വാതിലിൽ ആരോ മുട്ടുന്നത് കേട്ടത്. ശിവേട്ടനായിരിക്കും. അവൾ വേഗം പോയി വാതിൽ തുറന്നു. ശാലിനിയെ മുമ്പിൽ കണ്ടപ്പോൾ അവളുടെ മുഖം മങ്ങി. എന്തു പറ്റി? മുഖമൊക്കെ വല്ലാതിരിക്കുന്നല്ലോ. തലവേദനയാണോ? എങ്കിൽ ഞാനൊരു കട്ടൻ കാപ്പി ഇട്ടുകൊണ്ട് വരാം. തലവേദന വരുമ്പോൾ ശങ്കർ ചെയ്യുന്നത് കാണാം. ഒരു ചെറിയ തലവേദന ഉണ്ടായിരുന്നു, ഇപ്പോൾ പോയി. പിന്നെ എല്ലാവരും എവിടെ? സുമിത്ര ചോദിച്ചു. ആരാ ഈ എല്ലാവരും? അമ്മ പറഞ്ഞു നിങ്ങൾ കയറു പൊട്ടിച്ച് നിൽക്കുകയാണെന്ന്. പെട്ടെന്ന് കല്യാണം നടത്തണമെന്നാ പറഞ്ഞത്. അതിനെന്തെങ്കിലും മരുന്നുണ്ടോ ഡോക്ടർ? ശാലിനിയുടെ ഗൗരവത്തിലുള്ള ചോദ്യം കേട്ടപ്പോൾ സുമിത്ര ചിരിച്ചു. മോളെ ശാലിനി, വേണ്ട കേട്ടോ. ഞങ്ങൾക്ക് ഒരു തിരക്കുമില്ല. 2 ദിവസമല്ല 2 മാസം വരെ കാത്തിരിക്കാം. ശിവേട്ടൻ എവിടെ? അവരെല്ലാം താഴെയുണ്ട്. മുകുന്ദനെ പോലീസ് പിടിച്ചു. ന്യൂസിൽ കാണിക്കുന്നുണ്ട്. അവൻ്റെ പക്കൽ മയക്കുമരുന്നുണ്ടായിരുന്നു. അടുത്തത് ശശാങ്കൻ്റെ ഊഴമാണ്. എല്ലാത്തിനും നല്ല രീതിയിൽ തന്നെ പണി കൊടുക്കണം. എന്തൊരു മനുഷ്യരല്ലേ? സുമിത്രയ്ക്ക് അപ്പോൾ തന്നെ ശിവറാമിനെ കാണാൻ തോന്നി. വഴക്കിട്ടതുകൊണ്ട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ എന്നറിയണം. മുഖത്തെ ഭാവം അറിയുന്നത് വരെ നെഞ്ചിൽ ഒരാളലാണ്. അതിനെപ്പറ്റി ആലോചിച്ച് ഈ കുഞ്ഞി തല വിഷമിപ്പിക്കണ്ട. ഞാൻ വന്നത് മറ്റൊരു കാര്യം പറയാനാ. നമുക്ക് ഡ്രസ്സ് എടുക്കാൻ പോകണം. 10 മിനിറ്റ് കഴിയുമ്പോൾ അവരെല്ലാവരും വരും. നമ്മളോട് ഒരുങ്ങിയിരിക്കാൻ പറഞ്ഞു. ശീമാട്ടിയിൽ പോകാമെന്നാണ് പറഞ്ഞത്. സുമിത്രയ്ക്ക് മറ്റെന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? അമ്മ ഒരാഗ്രഹം പറഞ്ഞു. കാഞ്ചനയ്ക്കും സുമിത്രയ്ക്കും ഒരേപോലത്തെ ഡ്രസ്സ് എടുത്താലോ എന്ന്. ഏട്ടനും വിഷ്ണുവിനും ഒരേ കളർ. വെറുതെ ഒരാഗ്രഹം പറഞ്ഞു എന്നേ ഉള്ളൂ. ശാലിനി പറഞ്ഞു. എനിക്ക് സന്തോഷമേ ഉള്ളൂ. എനിക്കങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നുമില്ല. ശിവേട്ടനെ പോലെ ഒരാളെ കിട്ടിയത് തന്നെ എൻ്റെ ഭാഗ്യമാണ്. എൻ്റെ അച്ഛനും അമ്മയും മരിച്ചുപോയി, അറിയാമല്ലോ. നിങ്ങൾ മാത്രമാണ് എനിക്ക് ആകെയുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുന്നതാണ് എൻ്റെയും ഇഷ്ടം. ഒരുപാട് ആർഭാടങ്ങൾ വേണ്ട, അത് മാത്രമേ ഒരാഗ്രഹമുള്ളൂ. എന്തായാലും ഞാൻ റെഡിയാവാം, സുമിത്ര പറഞ്ഞു. ശാലിനി ഒരു പുഞ്ചിരിയോടെ അവളെ നോക്കിയിട്ട് അവളുടെ മുറിയിലേക്ക് പോയി. എല്ലാവരും ഒരുമിച്ചാണ് വസ്ത്രങ്ങൾ എടുക്കാനായി പോയത്. അമ്മയുടെ ആഗ്രഹം പോലെ ഒരേ കളറാണ് എല്ലാവർക്കും എടുത്തത്. കാവ്യയും കാവേരിയും ഗംഗയും ഒരേപോലത്തെ വസ്ത്രങ്ങൾ, പാർവതിയും കത്രീനയും ഒരേപോലത്തെ സാരി. അവിടുന്ന് നേരെ ജ്വല്ലറിയിലേക്കാണ് പോയത്. ആഭരണങ്ങളും എടുത്തു. ശിവറാമിൻ്റെ മുഖത്ത് എന്തോ ഒരു സങ്കടം നിഴലിച്ചിരിക്കുന്നത് പോലെ സുമിത്രയ്ക്ക് തോന്നി. എന്തായിരിക്കും അത്? അതാലോചിച്ച് അവൾക്കല്പം പരിഭ്രമം തോന്നാതിരുന്നില്ല. അവർക്കെല്ലാവർക്കും വസ്ത്രങ്ങൾ എടുത്തപ്പോൾ ജോലിക്കാർക്കുള്ളത് എടുക്കാനും ഗംഗ മറന്നില്ലായിരുന്നു. വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ തന്നെ അതവൾ അവർക്ക് കൊടുക്കുകയും ചെയ്തു. ശിവറാം വേഗം താഴേക്ക് പോയി. റാവുത്തറിനെ കാണുക എന്നതായിരുന്നു അയാളുടെ ഉദ്ദേശം. അവിടെ ശശാങ്കനും റാവുത്തറുമുണ്ട്. അവരെ നോക്കാനുള്ള ജോലിക്കാരും അവിടെ ഉണ്ടായിരുന്നു. റാവുത്തർ ആകെ ക്ഷീണിതനാണ്. മുഖത്തെ പൊള്ളൽ കാരണം നല്ല വേദന അനുഭവിക്കുന്നുണ്ട്. ഒന്നുറങ്ങാൻ പോലും കഴിയാതെ. എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചാൽ മതിയെന്ന ചിന്ത പോലും അയാൾക്ക് വന്നു. എന്തിനു വേണ്ടിയായിരുന്നു എല്ലാം നേടിയത്? എന്നിട്ട് എന്ത് പ്രയോജനം? ഇതുപോലെ വേദന തിന്നുള്ള മരണം. മരിച്ചിരുന്നെങ്കിൽ അത്രയും ആശ്വാസമാകുമായിരുന്നു. ഇതിപ്പോൾ അതുമില്ല. സമ്പാദിച്ചു വെച്ച പണം ഒന്നിനും ഉതകുന്നില്ല. ഈ പോലീസുകാരൊക്കെ എന്തെടുക്കുകയാണ്? ഒരാളെ കാണാതായാൽ അന്വേഷിക്കണമെന്ന ബോധം പോലുമില്ല. അയാൾക്ക് ദേഷ്യവും സങ്കടവും എല്ലാം വന്നു. അപ്പോഴാണ് ആ ശബ്ദം കേട്ടത്. എന്താ റാവുത്തറെ, ദിവാസ്വപ്നത്തിലാണോ? താൻ ദ്രോഹിച്ചവരെയെല്ലാം മനസ്സിലോർത്തൊന്ന് ക്ഷമ പറയേ. അതെങ്ങനെ? അവരെ എല്ലാവരും ഓർമ്മയുണ്ടോ? എത്ര പേരെ കൊന്നു തള്ളിയിരിക്കുന്നു. അതിനൊന്നും ആരും ചോദിക്കാൻ വരില്ല എന്ന് താൻ കരുതിയിരുന്നു അല്ലേ? വെറുതെ ആടോ. ഏതൊരു ദുഷ്കർമ്മം ചെയ്യുമ്പോഴും ഒന്ന് ആലോചിക്കണം. അതിനുള്ള മറുപടി എന്നെങ്കിലും നമ്മൾ പറയേണ്ടി വരും, അല്ലെങ്കിൽ അനുഭവിക്കേണ്ടി വരും. ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും ആരും കാണുന്നില്ല, ഒരു തെളിവും അവശേഷിച്ചിട്ടില്ല എന്ന്.
പക്ഷേ എല്ലാത്തിനും കാലം കണക്ക് ചോദിക്കും. അത് മനസ്സിലായി വരുമ്പോഴേക്കും ഒരുപാട് വൈകും. തെറ്റുകൾ ചെയ്യാത്ത മനുഷ്യരില്ലടോ. എല്ലാവരും തെറ്റുകൾ ചെയ്യും. പക്ഷേ ആ തെറ്റുകൾക്ക് പോലും ഒരു ന്യായം വേണം. അതൊക്കെ പോട്ടെ. എനിക്ക് തന്നോട് ചോദിക്കാനുള്ള മറ്റൊരു കാര്യമാണ്. എൻ്റെ രഞ്ജിനിക്ക് എന്തായിരുന്നു സംഭവിച്ചത്? എനിക്ക് ഉറപ്പാണ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവൾ മകളെ ഉപേക്ഷിച്ച് പോവില്ല. അന്ന് ആ ആശുപത്രിയിലെ ഡോക്ടർ എന്നോട് പറഞ്ഞത് അവൾ ആത്മഹത്യ ചെയ്തതാണ് എന്നാ. എൻ്റെ മോളോട് പോലും ഞാൻ ആ കാര്യം പറഞ്ഞിട്ടില്ല. ഒരിക്കലും എൻ്റെ രഞ്ജിനി അങ്ങനെ ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. ശിവറാം അയാളെ നോക്കി. അയാളൊന്നും പറയുന്നില്ല എന്ന് കണ്ടപ്പോൾ ശിവറാം അവിടെ ഉണ്ടായിരുന്ന ഒരു ബട്ടണിൽ വിരലമർത്തി. പെട്ടെന്ന് മുകളിലുണ്ടായിരുന്ന പൈപ്പുകൾ കറങ്ങാൻ തുടങ്ങി. അയാൾ താഴ്ന്നു വരാൻ തുടങ്ങിയപ്പോൾ മുകളിലേക്ക് നോക്കി ആർത്തിയോടെ നിൽക്കുന്ന ജാക്കിയെ റാവുത്തർ കണ്ടു. വേണ്ട, വേണ്ട, എന്നെ ഇനി ഒന്നും ചെയ്യരുത്. ഞാൻ പറഞ്ഞോളാം, എല്ലാം പറയാം. ദയവായി എന്നെ ഉപദ്രവിക്കരുത്, റാവുത്തർ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു. തുടരും.